കേന്ദ്ര മന്ത്രി സഹമന്ത്രി ഇന്നലെ ഇവിടെ വന്നിട്ട് പോയി. കിരൺ റിജ്ജു സഹമന്ത്രിയാണോ ക്യാബിനറ്റ് മന്ത്രിയാണോ, എന്തായാലും പ്രധാനപ്പെട്ട മന്ത്രിയാണ്. അതിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ന്യൂനപക്ഷ മുഖമാണ്, വളരെ പ്രമുഖനാണ് അദ്ദേഹം. മോദിയുടെ ദത്തുപുത്രനാണ്. ഒരുപാട് ചർച്ചകൾക്കും മറ്റു കാര്യങ്ങൾക്കും അയക്കുന്ന ഒരു മുഖമാണത്. ഇന്നലെ അദ്ദേഹം 24-ൻ്റെ ഏതോ പരിപാടിക്കും അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ ആൻസറുകളെല്ലാം. കെ സി വേണുഗോപാലും കൂടെ ഉണ്ടായിരുന്നു, ശ്രീകണ്ഠൻ നായരും ഒക്കെ. വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ. അങ്ങനെ കൃത്യമായി ഉത്തരം പറയുന്ന, വളരെ കൃത്യമായി കാര്യങ്ങൾ ഇടപെടുന്ന കിരൺ റിജ്ജു ഇന്നലെ വന്ന് സീറോ മലബാർ സഭയുടെ ആളുകളുമായി ചർച്ച ചെയ്തു. കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോഴല്ലേ കിടക്കണത് കാര്യം. എന്താ അടക്കണ അടുത്ത വണ്ടി എന്താണെന്നാണ് കാര്യം എന്നറിയാമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണ്. 70-75% ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ മുസ്ലിങ്ങളാണ്, പിന്നെ ക്രിസ്ത്യാനികളാണ്, പിന്നെയാണ് ബുദ്ധന്മാർ, പാഴ്സികൾ, ഇങ്ങനെ പഞ്ചാബികൾ, സിഖുകാർ, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അതെല്ലാം പെർസെൻറ്റേജിൽ വളരെ കുറവാണ്. ഇപ്പോൾ സിഖുകാർ എടുത്തു കഴിഞ്ഞാൽ പഞ്ചാബാണുള്ളത്, പിന്നെ കുറച്ച് സ്റ്റേറ്റുകൾ, ഹരിയാന, ഡൽഹിയിൽ കുറച്ച് സ്റ്റേറ്റുകളിലേ ഉള്ളൂ. ന്യൂനപക്ഷമാണ് അവർ. അപ്പോൾ അതിന്യൂനപക്ഷ ബില്ല് വരാൻ പോവുകയാണ്. അതിന്യൂനപക്ഷ ബില്ല് രാജ്യത്താകെ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അടിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനിറ്റിയും സിഖ് മതക്കാരുമൊക്കെയാണ്, മുസ്ലിം മതമല്ല. ന്യൂനപക്ഷ ബില്ലാണെങ്കിൽ മുസ്ലിം മതം കൂടി അതിനകത്ത് കയറി വരും. അതിന്യൂനപക്ഷ ബില്ല് രാജ്യത്ത് വരികയാണ്. വളരെ തന്ത്രപരമായ ഒരു കളി രാജ്യത്ത് നടക്കുകയാണ്. അതിന്യൂനപക്ഷ ബില്ല് രാജ്യത്ത് കൊണ്ടുവന്നാൽ പിന്നെ എന്ത് ന്യായം പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ BJPയോട് അടുക്കാതിരിക്കും, വോട്ട് ചെയ്യാതിരിക്കും? ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ആരും അവർക്ക് അസ്പൃശ്യരല്ല, അവർക്ക് കൈ കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളവരല്ല. കാരണം ഗോവയിൽ നമ്മളിത് കണ്ടതാണ്. ക്രിസ്തീയ മെജോറിറ്റിയുള്ള ഗോവയിൽ BJPയാണ് വർഷങ്ങളായി ഭരിക്കുന്നത്. ക്രിസ്തീയ മെജോറിറ്റിയുള്ള നാഗാലാൻഡിലും മിസോറാമിലും മണിപ്പൂരിലും അതുപോലെ തന്നെ നമ്മുടെ ആസാമിലടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നല്ലൊരു ഭാഗത്തും BJP വലിയ ശക്തിയാണ്, പലയിടങ്ങളിലും ഭരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ നിർത്തുന്നതിൽ വടക്കേ ഇന്ത്യയിലും ഗോവയിലും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വരുമ്പോഴാണ് അത് കഴിയാതെ പോവുകയും കോൺഗ്രസ് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതിന്യൂനപക്ഷ ബില്ല് വരുന്നതോടുകൂടി ക്രിസ്ത്യ വിഭാഗത്തിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ സംഘടിതമായി തന്നെ BJPക്ക് വേണ്ടി വോട്ട് ചെയ്താലും പ്രശ്നമില്ല, അല്ലെങ്കിൽ വോട്ട് ചെയ്തേക്കാം. വഖഫ് ബോർഡ് ബില്ലിൻ്റെ കാര്യത്തിൽ, മുനമ്പം വിഷയത്തിലടക്കം വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ കോടതിയിൽ കേസ് കിടക്കുകയാണെങ്കിലും അത് ഏറ്റവും അനുകൂലമായ, ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്, BJP എടുത്തത്. ഇപ്പോഴിതാ അതിന്യൂനപക്ഷ ബില്ല് വരുന്നു. ഇതും കൂടെ ആകുമ്പോൾ രസകരമായിരിക്കും കാര്യങ്ങൾ. നമുക്ക് കാത്തിരുന്ന് കാണാം, ക്രിസ്ത്യാനിറ്റിയെ BJP കൊണ്ടുപോകുമോ?